മോളെ, ഞാനിങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചു എന്നും പറഞ്ഞു അച്ഛൻ എന്നെ. മോള് കരയല്ലേ? മോള് മാത്രല്ലല്ലോ തെറ്റുകാരി, ഇത് എഴുതി വാങ്ങിച്ച അവരും തെറ്റുകാരിയല്ലേ? ചെറുമ്മ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, കുടിച്ചേ പറ്റൂ. ഇനി ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ എഴുതി വെച്ചു തരാം. അതെന്തിനാ പ്രത്യേകിച്ച് എഴുതി വെച്ചിരുന്നത്? ഏത് മണ്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. വീടും പറമ്പും പാൽക്കാരി അംബികയുടെ കയ്യിലായ സ്ഥിതിക്ക് അവര് ബാക്കിയുള്ളവരെ എല്ലാരെയും അടിച്ചിറക്കും. അതെ, മകനും എന്തിനു പോകുന്ന ഒരു മരുമോളും ഉണ്ടല്ലോ കൂട്ട്. ആ മരുമകള് വെറുതെ പാവം കളിച്ച് നടക്കുന്നതാ. അവള് നല്ല ഒന്നാന്തരം പഠിച്ച കള്ളിയാ. അത് പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂ. എന്തിനും പോകുന്ന അനന്തപിള്ളയുടെ അല്ലേ മോള്? ആ മൂന്നെണ്ണം കൂടെ ബാക്കി എല്ലാത്തിനും അവിടെ നടിച്ചിറക്കും. കൊമ്പത്തെ പ്രതാപവർമ്മയും മോളും കൂടെ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. എന്തൊക്കെ മോശത്തരങ്ങളാടി നീ വിളിച്ചു പറയണത്? ഓ, ആത്മസ്നേഹിതനെ പറ്റി പറഞ്ഞപ്പോ ഉള്ളു പൊള്ളിയല്ലേ? നമ്മളെ പൊള്ളിച്ച് പോട്ടെ, പക്ഷെ നമ്മളുടെ മോനെ അയാളും പെങ്ങളും കൂടെ ആ സകലം പൊള്ളിച്ചതിനെ പറ്റി വേണുവേട്ടൻ എന്താ ഒന്നും പറയാത്തെ? വേണുവേട്ടനെ പോലെ തന്നെ ആ കുടുംബത്തെ സ്നേഹിച്ചവളായി ഈ ഞാനും. വേണുവേട്ടൻ അയാൾ ആത്മസുഹൃത്തായിരുന്നപ്പോ എനിക്ക് ആ മനുഷ്യൻ ദൈവമായിരുന്നു. ആ ദൈവത്തിന്റെ വിഗ്രഹ കലങ്ങിയ കളിമണ്ണായി ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നത്. ഈ രാധമ്മ വെറുത്തതാ. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത്രക്കേറെയാ അവര് നമ്മളെ നാണം കെടുത്തി വിട്ടത്. ഞാനും അമ്മയുടെ അതേ അഭിപ്രായക്കാരിയാ. എനിക്ക് ഈ നാട് തന്നെ വെറുത്തുപോയി. പറ്റുമെങ്കിൽ ഈ നാട്ടിന് എങ്ങോട്ടെങ്കിലും പോണം. അതെ, നശിച്ച നാട്. നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നേ? ലോകത്തെ ഈ ഒരു നാടും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിയൊന്നുമല്ലല്ലോ വലുത്. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? വേറെന്തെങ്കിലും ജോലി നോക്കണം. അതമ്മ പറയുന്നത് ശരിയാ. ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന. പരിചയമുള്ളൊരു കമ്പനി ഉണ്ട്. എന്തായാലും ഞാൻ നാളെ തന്നെ അവിടെ ഒന്ന് പോകുന്നുണ്ട്. അതാ നല്ലത്. നീ കിടന്നുറങ്ങാൻ നോക്കിയേ. നീ കൂടെ പോയി വാടിയോട്ട്. എനിക്കെന്റെ അച്ഛനെ മതി, രാജുവിനെ എനിക്ക് വേണ്ട.